പ്രക്ഷോഭങ്ങളാൽ കലുഷിതമായ ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ സന്ദേശങ്ങൾ വന്നു തുടങ്ങിയതിന് പിന്നാലെ പാകിസ്ഥാനിൽ അടിയന്തര യോഗങ്ങൾ വിളിച്ച് പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ. പ്രശ്നത്തിൽ ഇടപെടാനുള്ള യുഎസിന്റെ നീക്കം ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ എന്നാണ് പാക് സർക്കാർ ഉറ്റുനോക്കുന്നത്. നിലവിൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിൽ ഇറാനിൽ ഇടപെടുവാനുള്ള സൈനിക സാധ്യതകളെക്കുറിച്ച് ട്രംപ് ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ബോംബാക്രമണങ്ങളിൽ ഇറാൻ തകർന്നിരിക്കെ പുതിയൊരാക്രമണം ഭരണത്തെ അസ്ഥിരപ്പെടുത്തുവാനും അതിന്റെ പ്രത്യാഘാതങ്ങൾ രാജ്യത്തിനപ്പുറത്തേക്കും വ്യാപിക്കുവാനും സാധ്യതയുണ്ട്. പാക് ഇറാൻ അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അസീം മുനീർ ഉന്നതതല യോഗം വിളിച്ചതായി CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ അതിർത്തി സംഘർഷഭരിതവും ഏറ്റുമുട്ടലുകൾക്ക് സാധ്യതയുള്ളതുമാണ്. ഇറാനുമായുള്ള അതിർത്തിയും അസ്ഥിരമായാൽ പാകിസ്ഥാൻ അത് താങ്ങാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപിന്റെ രണ്ടാം ഊഴത്തിൽ ഗണ്യമായ മെച്ചപ്പെട്ട US പാകിസ്ഥാൻ ബന്ധത്തെ ഇത്തരം സംഘർഷങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നും അസീം മുനീർ യോഗത്തിൽ ചർച്ച ചെയ്തതായാണ് വിവരം. മേജർ ജനറൽ അസിം മാലിക്, തെക്കൻ സൈനിക കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ റഹത്ത് നസീം, മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ, ചീഫ് ഓഫ് സ്റ്റാഫ് ടു ദ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ISIയുടെ ഡയറക്ടർ ജനറൽ, മറ്റു മുതിർന്ന ജനറൽമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ട്രംപ് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിലേക്കോ സൈനിക താവളത്തിലേക്കോ പ്രവേശനം തേടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അത്തരമൊരാവശ്യം പാകിസ്ഥാനെ ദുർഘടത്തിലാക്കിയേക്കാം. ആവശ്യം നിഷേധിക്കുന്നത് ട്രംപിനെ പ്രകോപിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അപകടത്തിലാക്കുകയും ചെയ്യും. അതേസമയം അത് അംഗീകരിക്കുന്നത് രാജ്യത്തെ ഷിയ ജനവിഭാഗത്തെയും ലോകത്തെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെയും പാകിസ്ഥാനിൽ നിന്ന് അകറ്റുവാനുള്ള സാധ്യതയും മുന്നോട്ട് വയ്ക്കുന്നു. ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഏകദേശം 20% ഷിയ മുസ്ലിങ്ങളും ഇറാനോട് മമതയുള്ളവരാണ്. ട്രംപിന്റെ ഇറാൻ ആക്രമണവും അത്തരം ആക്രമണങ്ങൾക്ക് സഹായിക്കുവാൻ പാകിസ്ഥാനുമേലുള്ള സമ്മർദ്ദവും പാകിസ്ഥാനിൽ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളാൽ പാകിസ്ഥാൻ ഇതിനകം തന്നെ വിഷമഘട്ടത്തിലാണ്. ഇതിനിടെയാണ് പുതിയ അസ്വസ്ഥതകളും ഉടലെടുക്കുന്നത്. ഇറാന് നേരെയുള്ള ഏതൊരാക്രമണവും അല്ലെങ്കിൽ ഭരണമാറ്റം തന്നെ സംഭവിച്ചാലും അത് പാകിസ്ഥാനിൽ ഉടനീളം വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. അഭയാർത്ഥികളുടെ ഒഴുക്ക് കാരണം പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങളും ഉണ്ടായേക്കാം. മുനീർ മുതിർന്ന കമാൻഡർമാരോടും ISI മേധാവിയോടും അതീവ ജാഗ്രത പാലിക്കുവാനും സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാൻ, തുർക്കി, ഖത്തർ, UAE, സൗദി അറേബ്യ, അമേരിക്ക എന്നിവിടങ്ങളിലെ പ്രതിനിധികളുമായി നയതന്ത്ര സുരക്ഷാ തലത്തിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും സാഹചര്യം വിലയിരുത്തുവാനും സംഘർഷം ലഘൂകരിക്കുവാനുമുള്ള വഴികൾ കണ്ടെത്തുവാനും ISI മേധാവിയെ മുനീർ ചുമതലപ്പെടുത്തി.